മോനെവിടെ? ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല. ഭക്ഷണത്തോട് വെറുപ്പ് കാട്ടി അമ്മയോട് മത്സരിക്കുകയാണോ? അതേന്ന് തോന്നുന്നു. മുമ്പൊക്കെ എവിടെ പോയാലും ആവേശത്തോട് ഓടി വരും. വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ, അമ്മയുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ. അതിന്റെ രുചി എവിടെയും കിട്ടില്ല എന്നാ പറയാറ്. അവനിപ്പോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണത്തോട് അതൃപ്തി കാട്ടുക. സ്നേഹത്തോടെ അമ്മമാര് മക്കൾക്ക് വെച്ച് വിളമ്പുമ്പോഴേ അവർക്ക് കഴിക്കുന്ന ഫുഡിനോട് താല്പര്യം തോന്നും. അവർ നന്നായി എന്തെങ്കിലും കഴിക്കൂ. എന്താ, ഞാൻ അവനെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ടോ? വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തനിക്കിപ്പോ സമയമില്ലാതായിരിക്കുക. അതിൽ പിശുക്ക് കാട്ടുക. ചിലപ്പോ ചിന്തിക്കാറുണ്ട്, അന്നത്തെ അറ്റാക്കോടെ എല്ലാം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. പിന്നെ ആരുടെയും പരിപ്പവും പിണക്കവും ഒന്നും കാണണ്ടല്ലോ. ഞാനവനെ കൂട്ടിക്കൊണ്ടുവരാം. മോനെ, അമ്മ ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോ നീ എന്താ വരാതിരുന്നത്? വിശപ്പ് തോന്നില്ല അച്ഛാ. അതെന്താ അങ്ങനെ? കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്ന ആളാണല്ലോ നീ. അച്ഛൻ കഴിച്ചോ? കുറച്ച് കഴിഞ്ഞ് ലൈറ്റായിട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം. വയറിന് നല്ല സുഖമില്ല. വയറിനാണോ അതോ മനസ്സിനാണോ സുഖക്കുറവ്? അമ്മയ്ക്കൊപ്പം വരുന്ന ആഹാരം കഴിച്ചാൽ തൃപ്തി കിട്ടില്ലല്ലേ? ഈ പ്രതിഷേധവും വാശിയും ഒക്കെ കത്തി നിൽക്കുമ്പോഴാ അച്ഛൻ അസുഖം വന്നത്. മദ്യപാനിയായ മകനെ കണ്ടിട്ട്. ഇനിയും നീ അതിലേക്ക് തന്നെയാണോ എന്നെ നയിക്കുന്നത്? എന്നോട് പിണങ്ങിപ്പിരിഞ്ഞു നിൽക്കുന്ന മകനോട് എനിക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടാകണമെന്നില്ല. എന്നാൽ അമ്മയോട് വെറുപ്പും അകൽച്ചയും കാട്ടി മാറി നിൽക്കുന്ന മകൻ വേദന തന്നെയാണ്. രോഗിയായപ്പോ അച്ഛന്റെ ആരോഗ്യം നന്നാവാൻ വേണ്ടി നീ അമ്മയോട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി. അതിനപ്പുറം ഒരു സ്നേഹവും നിനക്ക് ജയന്തിയോടില്ല. അമ്മയാണെന്ന പരിഗണന പോലും നീ അയാൾക്ക് കൊടുക്കുന്നില്ല. അതിന്റെ കാരണം നീ പറയുന്നില്ല. അതിനായി ഞാൻ പ്രഷർ ചെലുത്തുന്നുമില്ല. ദയവ് ചെയ്ത് എന്റെ മുമ്പിൽ വെച്ചെങ്കിലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കണം. ഞങ്ങളിവിടെ ഉള്ളപ്പോഴെങ്കിലും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാനെങ്കിലും മനസ്സ് കാട്ടണം. നാളെ അച്ഛനതിന് കഴിഞ്ഞില്ലെങ്കിലോ? അറ്റാക്ക് വന്നെന്ന് കരുതി ആരും അത്ര പെട്ടെന്ന് മരിക്കില്ല. എങ്കിലും ഹൃദയത്തിന് തകരാറ് സംഭവിച്ച വ്യക്തിക്ക് ഹൃദയാഘാതമുണ്ടാകുന്ന പ്രവൃത്തികള് വീണ്ടും പ്രിയപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അയാള് പെട്ടെന്ന് മരിക്കും. ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവർ വിവേകത്തോടെ പെരുമാറിയില്ലെങ്കിൽ സ്വന്തം ഹൃദയം അയാളോട് നീതി കാട്ടും. അത് നിലച്ചുകൊണ്ട്. അച്ഛനെ കാണുന്നത് അരോചകമായി തുടങ്ങിയെങ്കിൽ നീ നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തണ്ട. അതല്ല, ഇനി കുറച്ചു കാലം കൂടി അച്ഛനെ കാണണമെങ്കിൽ, അച്ഛന്റെ ജീവൻ നിലനിൽക്കാനെങ്കിലും എന്നെ ഒന്ന് അനുസരിച്ചുകൂടെ? അച്ഛൻ പൊക്കോ, ഞാൻ വരാം.